ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാറിനെ അടക്കം കൊലപ്പെടുത്തിയെന്ന് വീരവാദം മുഴക്കി അപ്രമാദിത്യം പ്രഖ്യാപിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി അധിക ദിവസം ആ പ്രധാനമന്ത്രി കസേരയിൽ തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 2023 ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മുഴുവൻ ഇനിയും മോചിപ്പിക്കാനാകാത്തതിലും അന്നു മുതൽ തുടരുന്ന യുദ്ധത്തിലും അതൃപ്തരായവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനിടെയാണ് നിർബന്ധിത സൈനിക വൃത്തിയുടെ മേൽ ഇപ്പോൾ സഖ്യകക്ഷികൾ കൂടി ഇടഞ്ഞിരിക്കുന്നത്. പിന്തുണ പിൻവലിക്കുമെന്നാണ് ഭീഷണി. തെറിക്കുമോ നെതന്യാഹുവിന്റെ കസേര? ഗാസയിൽ അധിനിവേശം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് സൈനിക സേവനത്തിൽ നിന്ന് വിടുതൽ നൽകുന്നത് രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നെതന്യാഹു സഖ്യകക്ഷികളുടെ ആവശ്യത്തോട് വഴങ്ങാത്തത്. എന്നാൽ രണ്ടും കൽപ്പിച്ചാണ് യുണൈറ്റഡ് തോറ ജൂദായിസം പാർട്ടിയും. തോറ പഠിക്കുന്ന യാഥാസ്ഥിതിക വിദ്യാർത്ഥികളെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ബിൽ പാസാക്കാൻ ജൂൺ 2 ഷവോത്ത് അവധി ദിവസം വരെയാണ് UTJയും ഷാസ് പാർട്ടിയും നെതന്യാഹുവിന് സമയം നൽകിയിരുന്നത്. എന്നാൽ ബിൽ അവതരിപ്പിക്കാൻ പോലും നെതന്യാഹുവും നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും തയ്യാറായില്ല. ഇതോടെയാണ് സർക്കാരിലെ തങ്ങളുടെ പിന്തുണ പിൻവലിക്കുമെന്ന UTJയുടെ ഭീഷണി. 120 അംഗ നെസറ്റിൽ 68 പേരുടെ പിന്തുണയോടെയാണ് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി ഭരണം നടത്തുന്നത്. ഇതിൽ 7 അംഗങ്ങളാണ് UTJയ്ക്കുള്ളത്. ഇവരുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ തന്നെ നെതന്യാഹു സർക്കാർ തുലാസിലാകും. സമാനമായ ആവശ്യം ഉന്നയിക്കുന്ന മറ്റൊരു ഹരേതി യാഥാസ്ഥിതികരായ ഷാസ് പാർട്ടി കൂടി പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. 11 സീറ്റുകളുള്ള ഇവർ കൂടി പിന്തുണ പിൻവലിച്ചാൽ നെതന്യാഹു ഭരണകൂടം നിലംപൊത്തും. പ്രശ്നപരിഹാരത്തിനായി ലിക്വിഡ് പാർട്ടി പ്രതിനിധി യുലി എൽഡസ്റ്റീനും ഹരേതി പ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെയാണ് ഹരേതി ജൂതന്മാരുടെ മതനേതൃത്വം പാർലമെന്റ് അംഗങ്ങൾക്ക് ഗവൺമെന്റ് വിടാൻ നിർദ്ദേശം നൽകിയത്. ഇസ്രയേലി പാർലമെന്റായ നെസറ്റ് പിരിച്ചുവിടാൻ ആവശ്യപ്പെടുന്ന ബിൽ അവതരിപ്പിക്കാൻ UTJയിലെ ഒരു വിഭാഗത്തിന്റെ നേതൃത്വം തങ്ങളുടെ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് അടുത്ത ബുധനാഴ്ച നെസറ്റ് പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിൽ സമർപ്പിക്കുമെന്ന് പ്രതിപക്ഷത്തെ യഷ് അതിത്, ഇസ്രയേൽ ബെയ്ത്തുനു പാർട്ടികളും വ്യക്തമാക്കി. നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ യാഥാസ്ഥിതിക ഹരേതി ജൂതന്മാർ നാളുകളായി വലിയ പ്രക്ഷോഭത്തിലാണ്. പക്ഷേ ആ പ്രക്ഷോഭങ്ങളെയെല്ലാം അടിച്ചമർത്തി മുന്നോട്ടു പോകുമ്പോഴാണ് സഖ്യകക്ഷികളുടെ ഈ കത്രികപ്പൂട്ട്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രധാനമന്ത്രി പദവിയിലെത്തിയ നെതന്യാഹുവിന് പക്ഷെ ഇപ്പോൾ താഴെ ഇറങ്ങേണ്ടി വന്നാൽ വീണ്ടും ഈ പദവിയിലേക്ക് എത്താൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് അഭിപ്രായ സർവേകൾ ഇതിനോടകം പറയുന്നത്. 17 വർഷക്കാലത്തെ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകാലത്തിന് അന്ത്യമാകാൻ പോവുകയാണോ?